إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم أليس الله بكاف عبدا ويخوفونك بالذين من دونه ومن يضلل الله فما له من هاد സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസിയ്യത്ത് യഥാവിധി ജീവിതത്തിൽ പുലർത്തി ജീവിക്കാനുള്ള തൗഫീക്ക് തന്ന് നമ്മെ ഓരോരുത്തരെയും അവൻ തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഏത് കാലത്തും മനുഷ്യരായ നമുക്ക് വഴികാട്ടികൾ ആവശ്യമാണ്. നാം ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ ഇത്തരം വഴികാട്ടികൾ നമുക്ക് വേണം. മാർഗദർശികളും ചൂണ്ടിക്കാണിച്ചു തരുന്നവരുമില്ലാതെ ഈ ലോകത്ത് ഒരു മനുഷ്യനും ജീവിച്ചിട്ടില്ല, നമുക്ക് ജീവിക്കാനൊട്ട് കഴിയുകയുമില്ല. നമ്മുടെ പ്രകൃതം തന്നെ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുക എന്നതാണ്. മനുഷ്യന് മാത്രമാണ് മറ്റുള്ളവരിൽ നിന്ന് ഒന്നും പഠിക്കാതെ ഈ ഭൂമിയിൽ സ്വന്തമായി ഒരറിവും നേടാൻ കഴിയില്ല. എന്തിനും മറ്റുള്ളവരെ ആശ്രയിക്കണം. അതുകൊണ്ട് തന്നെ ഇഹപര സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി ഇത്തരം വഴികാട്ടികളെ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നീട്ടിപ്പറയാതെ ഇക്കൂട്ടത്തിലെ ഏറ്റവും നല്ല ഒരു മാർഗദർശിയാണ്, മനുഷ്യകുലത്തിന്റെ വഴികാട്ടിയാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ.
അദ്ദേഹത്തിന് പറയുന്ന പേര് തന്നെ അബുൽ അംബിയാ എന്നാണ്. അംബിയാക്കന്മാരുടെ കാരണവരാണ്, അംബിയാക്കന്മാരുടെ പിതാവാണ്. 25 സൂറകളിലൂടെ 70ഓളം സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ സംഭവങ്ങളെ പേരെടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 70ഓളം എന്ന് ഞാൻ പറഞ്ഞത് 136 സ്ഥലങ്ങളിൽ മൂസാ നബിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുന്നുണ്ട്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആകെ 4 പ്രാവശ്യമാണ് പേരെടുത്തുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്നുള്ളൂ. ഖുർആൻ ആ ഭാഗത്ത് പറയണത് മില്ലത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ ഉപ്പ, നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ മില്ലത്താണ്. മില്ലത ഇബ്രാഹിം ഹനീഫ എന്ന് പറയുന്നത്. നമ്മളോട് ഇത്തിബായ് ചെയ്യാൻ പറയുന്നിടത്തൊക്കെ നിങ്ങളുടെ പിതാവ് എന്ന ഒരു വാക്ക് അള്ളാഹു ഉപയോഗിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് ഓർക്കുമ്പോ പ്രത്യേകിച്ച് ഈ സമയം ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, ഈ മാസങ്ങളെല്ലാം ഇസ്ലാമിക ചരിത്രത്തിൽ അമ്പിയാക്കന്മാരുടെ കഥകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട സമയമാണ്. അതുകൊണ്ട് അമ്പിയാക്കന്മാരുടെ കഥകൾ നമ്മൾ കുറേ പഠിക്കേണ്ടതുണ്ട്, ഓരോ ഗുണപാഠങ്ങൾ എന്ന നിലയിൽ. ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് ആദ്യം കടന്നു വരിക ഉൽഹിയ്യത്ത്, ഹജ്ജ്, ബലിപെരുന്നാള്, ഇതെല്ലാം ആണ്. പക്ഷേ അതിൻ്റെയൊക്കെ മുമ്പ് നമുക്ക് പഠിക്കാനൊരു ഭാഗമുണ്ട്. അത് ഇബ്രാഹിം അലൈഹിസ്സലാം ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച ആദർശമാണത്. ആദർശം പ്രചരിപ്പിക്കാൻ അദ്ദേഹം സ്വീകരിച്ച സമീപനങ്ങളുണ്ട്, അതിൻ്റെ രീതിശാസ്ത്രങ്ങളുണ്ട്. ഓരോ വാക്കുകളും സഹോദരങ്ങളെ നമുക്ക് ഗുണപാഠങ്ങളാണ്. മാത്രമല്ല, ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ പിതാവ്, മകൻ, ഭർത്താവ്, രക്ഷിതാവ്, പ്രബോധകൻ, നാട്ടുകാരൻ ഒക്കെ ഉണ്ടാവുമല്ലോ. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ വഴികൾ ഉണ്ടാവുമല്ലോ, ഓരോ മേഖലകൾ ഉണ്ടാവും. ഈ വശങ്ങളിലെല്ലാം നമുക്കെന്താണോ ഇന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത് അത് തിരിച്ചു പിടിക്കാനുള്ള ഏക വഴി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെയും അവിടുത്തെ കുടുംബത്തിൽ നിന്നുമാണ്. നോക്കൂ, അന്ധവിശ്വാസങ്ങളുടെ വൈവിധ്യമാർന്ന എന്തെല്ലാം രൂപങ്ങളുണ്ടോ അത് മുഴുവനും ഇബ്രാഹിം നബിയുടെ കാലത്തുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇറാഖിലെ ഊർ എന്ന പട്ടണമാണ് ഇദ്ദേഹം താമസിച്ചിരുന്നത്. ഈ പട്ടണത്തിൽ നിന്ന് ഉത്ഖനനം നടത്തിയിട്ട് കുഴിച്ചെടുക്കപ്പെട്ട ഈ ശിലകളുണ്ട്, വിഗ്രഹങ്ങളുണ്ട്. അത് മൊത്തം 5000-ൽ പരം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് കുഴിച്ചെടുക്കപ്പെട്ട പിന്നെ ഈ വിഗ്രഹങ്ങൾ 5000-ലധികം എന്ന് വെച്ചാൽ അത്രയേറെ ദേവന്മാരെ, ദേവിമാരെ പൂജിക്കുന്ന ബഹുദൈവ വിശ്വാസികളുടെ നാടായിരുന്നു അത്. കൂടാതെ ഞാൻ സൂചനകൾ തന്നു പോകും കേട്ടോ. പ്രകൃതി പ്രതിഭാസങ്ങൾ ആരാധിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന്. ഇവിടെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രാദി വസ്തുക്കളെയെല്ലാം അവർ ആ കാലഘട്ടത്തിൽ പൂജിച്ചിരുന്നു. മറ്റൊരു പ്രവണത കൂടിയുണ്ട്. അവരുടെ രാജാക്കന്മാര് സൂര്യപുത്രന്മാരായിരുന്നു, ദൈവത്തിന്റെ അവതാരങ്ങളായിരുന്നു എന്ന വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോ അന്ധവിശ്വാസങ്ങളിലെല്ലാം അവിടെ ഇദ്ദേഹം ജനിച്ച കുടുംബമോ, തന്നെ എതിർക്കുന്ന കുടുംബം, തകർക്കാൻ ശ്രമിക്കുന്ന സമൂഹം, സ്വന്തം ഉപ്പ ആസർ എന്ന ഒരു പേര് അവിടെയുണ്ട്, അതൊരു സ്ഥാനപ്പേരായിരുന്നു എന്നും അവിടുത്തെ രാജാവിന്റെ ഏറ്റവും അടുത്ത, അവിടുത്തെ നമ്മൾ പറയാറുണ്ടല്ലോ പേഴ്സണൽ സ്റ്റാഫ്, അത്രയ്ക്ക് അടുത്ത മുഖറബുകളായ ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ ഉപ്പ. ആ ഉപ്പയോട് ഒരു വാക്ക് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ ആ ഉപ്പ തിരിച്ചു പറഞ്ഞ എന്തറിയാമോ? ഇബ്രാഹിം, നീ എന്റെ മോനാ, ഈ പണി നീ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞുകൊല്ലും, നിന്നെ എന്റെ കണ്ണിൽ കണ്ടുപോകരുത്. ഒരു വാപ്പ മകനോട് അത്ര വൈകാരികമായി പ്രതികരിക്കണമെങ്കിൽ
എന്തുമാത്രം കടുത്ത ഒരു വിശ്വാസമായിരിക്കും മനസ്സിലുണ്ടാവുക. സ്നേഹമുള്ളവരെ, ഞാനിങ്ങനെ പറഞ്ഞു വന്ന എന്തിനറിയാമോ? ഇങ്ങനത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമയ്ക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു? അദ്ദേഹം ആ ഖൗമിനോട് ചോദിക്കുകയാണ്, അയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംനി, നിങ്ങളിൽ ആർക്കാണ്, ഈ വിഗ്രഹങ്ങൾക്കാണോ ഈ ദേവന്മാർക്കാണോ ഞാൻ പഠിപ്പിക്കുന്ന എന്റെ ഏകനായ നിങ്ങളുടെ റബ്ബിനാണോ ഏറ്റവും കൂടുതൽ നിർഭയത്വം നൽകാൻ കഴിയുക? ഒറ്റക്കേ ഉള്ളൂ ട്ടോ, ബാക്കിയെല്ലാം അപ്പുറത്താ. അവരോട് ചോദിക്കാൻ കഴിയുന്നു. അവിടെയാണ് സഹോദരങ്ങളെ, നിങ്ങളുടെ കൂടെ വരണേ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാനുണ്ട്. അവിടെയാണ് ഈ ഇബാദത്തുകൾ, ആരാധനകൾ നന്നാവണം എന്ന് പറയുന്നത്. ഈമാനും ഇബാദത്തും കലർപ്പില്ലാത്തതാവണം. പത്തര മാറ്റുള്ള ഈമാൻ വേണം നമ്മുടെ ഖൽബിൽ നിറഞ്ഞു നിൽക്കാൻ. അള്ളാഹുവിലുള്ള ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ വിശ്വാസം എത്ര ദൃഢമായിരുന്നു എന്ന തെളിവുകളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ഇങ്ങനെ വളർന്ന് ജയിച്ചു കയറി വന്ന പാഠങ്ങൾ നമുക്ക് തരുന്നത്. ഇൻഷാ അല്ലാഹ് സമയങ്ങൾ ഉണ്ടെങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ നമുക്കത് പഠിക്കാം. ഇബ്രാഹിം അലൈഹിസ്സലാം വസ്തുനിഷ്ഠമായി, അദ്ദേഹത്തിന് മുമ്പോ ശേഷമോ അത്ര കൃത്യമായി അള്ളാഹുവിനെ അവതരിപ്പിച്ചു കൊടുത്ത ഒരു മഹാൻ മറ്റൊരാൾ ഉണ്ടാവുകയില്ല. അത്ര കൃത്യമാണ് അദ്ദേഹത്തിന്റെ പ്രബോധനം. ഇല്ല റബ്ബൽ ആലമീൻ, എന്റെ റബ്ബൊഴികെ അദ്ദേഹം ഇങ്ങനെ പ്രബോധനം നടത്തുക. അവിടുന്ന് റബ്ബുൽ ആലമീനെ പറയുക. ആരാണ് എന്റെ റബ്ബ്? നമ്മുടെ റബ്ബാരാ? അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്കീൻ വഇദാ മരിളതു ഫഹുവ യശ്ഫീൻ വല്ലദീ യുമീതുനീ ഫഹുവ സുമ്മ യുഹ്യീൻ വല്ലദീ യത്മഉ അൻ യഗ്ഫിറ ലീ ഖതിയതി യൗമദ്ദീൻ. നമ്മൾ ആശിക്കുന്ന, നമ്മുടെ മനസ്സ് കൊതിക്കുന്ന എല്ലാ തേട്ടങ്ങളും ഈ വാക്കിലുണ്ട്. എന്റെ റബ്ബ് എന്നെ സൃഷ്ടിച്ചവനാണ്, എനിക്ക് ഹിദായത്ത് കാണിച്ചു തരുന്നവനാണ്, എന്നെ ഊട്ടുന്നവനാണ്, എന്നെ കുടിപ്പിക്കുന്നവനാണ്, എനിക്ക് രോഗം വന്നാൽ എനിക്ക് ശിഫ തരുന്നവനാണ്, എന്നെ മരിപ്പിക്കുന്നവനാണ്, എന്നെ ജീവിപ്പിക്കുന്നവനാണ്. എന്റെ ഓരോ തെറ്റുകുറ്റങ്ങളും യൗമദ്ദീൻ, പരലോക നാളിൽ വെച്ച് എനിക്ക് പൊറുത്തു തരുന്നവനാണ്. അവനാണ് പൊറുക്കുന്നതെന്ന് ഞാൻ ആശിക്കുന്നത്. നിങ്ങൾ നോക്ക്, നമ്മുടെ മനസ്സിൽ ഒരു അല്ലാഹ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. ആ അള്ളാഹുവിനെ കുറിച്ചുള്ള എന്തൊക്കെ വിചാരധാരകളുണ്ടോ അതെല്ലാം ഈ വാക്കിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായാൽ നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളും നന്നാവും. സഹോദരങ്ങളെ, ഒന്ന് അനങ്ങിയിരിക്കണേ. ഞാൻ പിന്നീട് കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇങ്ങനെ ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായാൽ നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും നമുക്ക് വിജയിക്കാൻ കഴിയും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാ യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ, നിങ്ങൾക്ക് വിജയിക്കാം. എന്ന് വെച്ചാൽ സകലമാന പ്രപഞ്ചങ്ങളെയും സൃഷ്ടികളെയും സൃഷ്ടിച്ച അള്ളാഹു അഭയം നൽകുമെന്ന് പറഞ്ഞാൽ ആ അള്ളാഹുവിന്റെ അഭയത്തെക്കാൾ വലിയ ഒരു അഭയം ലോകത്തുണ്ടോ? ഇല്ലല്ലോ. അള്ളാഹു സഹായിക്കുമെന്ന് പറഞ്ഞാൽ അവന്റെ സഹായത്തെക്കാൾ വലിയൊരു സഹായം ഈ ലോകത്തുണ്ടോ? അവൻ സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അവന്റെ സംരക്ഷണത്തെക്കാൾ വലിയൊരു സംരക്ഷണമുണ്ടോ? ഇല്ല. ഈ ബോധമാണ് 800 കോടിയോളം വരുന്ന മനുഷ്യരിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് എന്നാണ്. ആ ബോധമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് തരുന്നത്. ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു എന്ന് വെച്ചാൽ ഇതാണ് മനുഷ്യന്റെ ശുദ്ധ പ്രകൃതി. നേരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്കൊക്കെ നോക്ക്. ഏതൊരു മൃഗങ്ങൾ പോലും അവക്ക് എന്തെങ്കിലും അസ്വസ്ഥത വന്നാൽ എവിടേക്ക് നോക്കിയിട്ടാ കരഞ്ഞു ഓടുന്നത്? നേരെ ഒന്ന് നമ്മൾ പഠിച്ചു നോക്കി. നമ്മൾ തന്നെ നമ്മുടെ ഒരു നിയന്ത്രണം വിട്ടുപോയാൽ പിന്നെ നമ്മൾ കീഴ്പോട്ടല്ല നോക്കുക. നമ്മൾ നോക്കുന്നത് എവിടേക്കാ? മേലോട്ടാണ്. ഇങ്ങനെ തന്നെ നമ്മൾ താടിയിലേക്ക് കയ്യും കുത്തി മേലോട്ടാണ് നോക്കുക, അല്ലേ? മനുഷ്യന്റെ പ്രകൃതി എന്താ? ഈ റബ്ബിനെ തേടല.
ഇതാര് പറഞ്ഞ വാക്ക്? നമ്മൾ പറഞ്ഞതല്ല, എല്ലാവരുടെയും ആവശ്യം. ഇപ്പൊ പടച്ചോനില്ല, സാന്ദർഭികമായി ഉണർത്തുകയാണ്. പടച്ചോനില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മുസ്ലിം നാമധാരിയായ ഒരു വ്യക്തി, പേര് നമുക്ക് പിന്നീട് പറയാം, അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ കുട്ടി വെള്ളത്തിൽ മരണപ്പെട്ടുകൊണ്ട് കിടക്കുമ്പോ നമ്മുടെ ഒരു സഹപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുക. അങ്ങനെ വീടും കൊണ്ട് ഈ ഉമ്മറപ്പടിയിൽ ഞങ്ങള് നാട്ടുകാർ കോലായി എന്ന് പറയും, നമ്മളവിടെ ആ സിറ്റ് ഔട്ടിന്റെ തൊട്ടുള്ള റൂമില് മുഴുവൻ ഗ്രന്ഥങ്ങളാ. ആ ഗ്രന്ഥത്തിന്റെ നടുവിലിരുത്തി ഇവർക്ക് ഭക്ഷണം കൊടുത്ത് ചായ കൊടുത്ത് സൽക്കരിച്ചുകൊണ്ടിരിക്കെ ഇവര് തിരിച്ചു അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, പടച്ചോനുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് സമാധാനമുണ്ട്, പടച്ചോനില്ല എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് വല്ല സമാധാനം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ മുസ്ലിം നാമധാരിയായ 3 അക്ഷരങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിൽ ആ വ്യക്തി പറഞ്ഞ വാക്കെന്തറിയാ? ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, എനിക്കൊട്ടും സമാധാനമില്ല, ഇത് സമാധാനമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ അസ്വസ്ഥനായി പോയ ഒരു സമയമുണ്ട്. എന്റെ സുഹൃത്ത് സൂപ്പിയുടെ മകൻ വെള്ളത്തിൽപ്പെട്ട് മരണപ്പെട്ടപ്പോ സൂപ്പിയുടെ വീട്ടിലേക്ക് ഞാൻ ഓടിച്ചില്ല. ആ സമയത്ത് സൂപ്പി നിർവികാരനായി നിൽക്കുന്നുണ്ട്. നമ്മുടെ മോൻ മരണപ്പെട്ടത് അള്ളാഹുവിന്റെ വിധിയാണ് എന്ന് പറയാൻ എനിക്കും ഒരു അള്ളാഹു വിശ്വാസമല്ല, സൂപ്പിക്കൂല. ഞാൻ പിന്നെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? നമ്മുടെ മോൻ പോകുന്നത് സ്വർഗത്തിലേക്കാണ് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കഴിയണമെങ്കിൽ എനിക്കൊരു സ്വർഗത്തിൽ ഒരു വിശ്വാസം വേണ്ടേ? ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചു പോയ ഒരു ഘട്ടമാണത് എന്നാണ്. സഹോദരങ്ങളെ, അല്ലല്ല എന്ന് പറഞ്ഞ, ദൈവമില്ല എന്ന് പറഞ്ഞ എല്ലാ വ്യക്തികളുടെയും ജീവചരിത്രം നമ്മൾ പഠിക്കണം. ഞാൻ എല്ലാവരുടെയും പേര് പറയാനൊന്നും സമയമില്ല നമുക്ക്. നമ്മൾ പഠിക്കണം. പഠിച്ചു നോക്കിയാൽ അവരുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ അവരനുഭവിച്ച ചില സംഗതികളുണ്ട്. ഇപ്പൊ ഇന്നലെ ഞാനൊരു അത്യാവശ്യ കാര്യത്തിനൊരു മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി ഡോക്ടറുടെ മുറിയിലിരിക്കുമ്പോ ഷുഗർ ഉണ്ടോ, പ്രഷർ ഉണ്ടോ, അങ്ങനെ കുറെ സംഗതി, ഞാനൊരു അനുഭവം പറയാം. ഇങ്ങനെ പലതും ചോദിച്ചാൽ ഇങ്ങനെ ടിക്ക് ചെയ്യണം, കാരണം നമുക്കൊരു മെഡിക്കൽ കാർഡ് തരണം. അപ്പൊ അയാൾ പറഞ്ഞു ഒന്നുമില്ലേന്ന് ചോദിച്ചു. അൽഹംദുലില്ലാ, എനിക്കും അങ്ങനത്തെ ഒന്നുമില്ലല്ലോ സാറേ എന്ന് പറഞ്ഞു. അയാൾ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ്, നിങ്ങളുടെ വിശ്വാസം, മുസ്ലിം അല്ലാത്ത ഒരാളാ, നമ്മുടെ വിശ്വാസം കൊണ്ട് കിട്ടുന്ന മേന്മയാണത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അതന്നെ, ഞങ്ങൾ അങ്ങനെ ഒന്നുമില്ല, ഞങ്ങൾ ഒരാളെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇനി വേറെന്താ പ്രശ്നം, ബാക്കി അവൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. തമിഴ്നാട്ടിലെ ഒരു ജയിലിൽ കിടന്നുകൊണ്ട് അവിടുത്തെ അറിയപ്പെടുന്ന അടിയാർ എന്ന വ്യക്തി, സ്വന്തം സെല്ലിൽ ഒരു ചെറിയ ചെറുപ്പക്കാരനുണ്ട്, അവൻ നമസ്കരിക്കും. അടിയന്തരാവസ്ഥ കാലത്താ അവൻ നമസ്കരിക്കും. എന്നിട്ട് അവൻ ഫ്രീ ആയിട്ട്, ചെക്കൻ വന്നിട്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കും. ഇയാൾ ടെൻഷൻ അടിച്ച് നിൽക്കുക. ഇയാൾ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ മഹാനാ. നിങ്ങൾ എന്തുകൊണ്ട് ഇത്ര ഫ്രീ ആവുന്നു എന്ന് ചോദിച്ചു. ഞാനതിന് ഏൽപ്പിക്കേണ്ടവനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവൻ നോക്കിയോളും ബാക്കി കാര്യങ്ങൾ, അതിൽ ഞാൻ ടെൻഷൻ അടിക്കണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. ആരെയാണ് നിങ്ങൾ ഏൽപ്പിച്ചത്? ഞാനിതാ ഈ വായിച്ച ഗ്രന്ഥത്തിന്റെ ഉടമസ്ഥനാണ്, എന്റെ ഉടമസ്ഥനാണ്. അങ്ങനെ ഖുർആൻ കയ്യിൽ കൊടുത്തപ്പോ അദ്ദേഹം തിരിച്ചു മറിച്ചു നോക്കിയപ്പോ ആദ്യം കിട്ടിയ വാക്ക് വലാ തഖാഫൂഹും വഖാഫൂനി എന്നുള്ള വാക്കാണെന്ന്. നിങ്ങൾ ആരെയും പേടിക്കരുത്, എന്നെ മാത്രം പേടിക്കണമെന്ന. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് മനുഷ്യന്റെ പ്രകൃതിയത. സൂറത്ത് റോമിലെ 31-ാമത്തെ ആയത്ത് നമ്മൾ എടുത്ത് വായിക്കണം. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത അല്ലാഹി ലത്തി ഫതറ الناس عليها لا تبديل لخلق الله ذلك الدين القيم. അതാണ് ശരിയായ ദീന്. വലാകിൻ അക്സറ الناس لا يعلمون. എന്നിട്ട് അല്ലാഹ് പറയുന്നത് അറിയോ? ഞാൻ എല്ലാ ആയത്തിന്റെ അർത്ഥം പറയാൻ സമയമില്ലാത്തതുകൊണ്ടാ. മുനീബീന ഇലൈഹി വത്തഖൂ വഅഖീമുസ് സ്വലാ വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ. അല്ലാഹുവിലേക്ക് കീഴ്പ്പെടണേ, അവനിലേക്ക് ഖേദിച്ചു മടങ്ങണേ, നിങ്ങൾ ഒരിക്കലും ശിർക്ക് ചെയ്യുന്നവരാകരുതേ. ആരാണ്? അള്ളാഹുവിൽ നിന്നുള്ള പിടുത്തം പോവരുത്. അത് പോയാൽ പലരും നിന്നെ നശിപ്പിക്കും, പിന്നെ നാശമേ ഉള്ളൂ, രക്ഷയില്ല. വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ. സഹോദരങ്ങളെ, വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്ന ചിലതുണ്ട്. വിശ്വാസികളിൽ കളങ്കിതരുണ്ട്, കളങ്കമില്ലാത്തവരുണ്ട്.
വിശ്വാസത്തെ ബാധിക്കുന്ന ഒന്നാമത്തെ കളങ്കം എന്നത് ശിർക്കാണ്. ഖുർആനും സുന്നത്തും വളരെ ഗൗരവത്തിലാണ് ശിർക്കിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ പറയണ്ടല്ലോ, സൂചന മാത്രം തന്നു പോകാം. ഇന്ന ശിർക ലദുൽമുൻ അലീം. അല്ലാഹ് ആവർത്തിച്ചു പറയാ, ശിർക്കല്ലാത്തതൊക്കെ ഞങ്ങൾക്ക് പുറത്തു തരുട്ടോന്ന ആയത്തിന്റെ അർത്ഥട്ടോ ഈ പറയണത്. എന്നിട്ടോ അതിന്റെ ഗൗരവം പഠിപ്പിക്കാൻ അള്ളാഹ് എന്താ പറഞ്ഞെന്നറിയോ സഹോദരങ്ങളെ? സ്വർഗത്തിലേക്ക് ആദ്യം കടക്കുന്ന വ്യക്തി ആരാണ്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ മനുഷ്യർക്കും വേണ്ടി നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ശഫാഅത്ത് നടത്തുകാരാ ആദ്യം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിനെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലയിൻ അശ്റക്ത യഹ്ബതൻ അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. എന്തിനാ അങ്ങനെ പറഞ്ഞറിയോ? അവർ പഠിക്കേണ്ടതൊരു വല്ലാത്തൊരു സംഗതിയാ. എത്ര മഹാനാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻനിർത്തിയിട്ട് അല്ലാഹു പറയാ, ശിർക്ക് വന്നുപോയാൽ റസൂലേ അല്ലാഹു പിന്നെ ആരിൽ നിന്നും ഒന്നും പരിഗണിക്കുകയില്ല. അത് ലോകത്താരായാലും ശരി, വലിയ നഷ്ടത്തിലേക്കാണ് അവന്റെ പോക്ക്. എന്താണ് നഷ്ടം? ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. സ്വർഗം ഹറാമാക്കി എന്നുള്ളതാണ് നഷ്ടം. സ്വർഗം സ്വപ്നത്തിൽ കാണാൻ പോലും കഴിയില്ല, ആരും രക്ഷപ്പെടുത്താനില്ല. ഏതുപോലെ പുല്ല് തിന്ന് തിന്ന് വയറിങ്ങനെ നിറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു മാട്, ഒരു പശു ഒരൽപ്പം വിശപ്പുല്ല് തിന്നാൽ വയറ് വീർത്ത് അതിന്റെ ജീവൻ അവസാനിക്കുന്നത് പോലെ എത്ര അമൽ ചെയ്താലും അല്പം ശിർക്ക് വന്നാൽ നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തയിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ മനോഗതിയിലും ശിർക്കിന്റെ അവസ്ഥകൾ കടന്നു വരാം. അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ എന്റെ കൂടെ ഈ പ്രാർത്ഥന പറയണേ, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക. അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് കാവലിനെ ചോദിക്കാം. മിൻ അൻ നുശ്രിക ബിക ശൈഅൻ നഅലം. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് നിന്നിൽ ശിർക്ക് ചെയ്യുന്നതിനെ തൊട്ട് നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വനസ്തഗ്ഫിറുക ബിമാ ലാ നഅലം. അറിയാതെ എന്തെങ്കിലും വന്നു പോവുകയാണെങ്കിൽ നിന്നോട് പൊറുക്കലിനെയും ചോദിക്കുന്നു. വേഗത്തിൽ ഒരു കാര്യം സൂചിപ്പിച്ചു തരട്ടെ സഹോദരങ്ങളെ, പേടിക്കണം ശിർക്കിനെ. എന്റെ അടുത്തും നിങ്ങളുടെ അടുത്തൊക്കെ ശിർക്ക് വരുമോ? അത് പറയാതെ പോകരുതല്ലോ. ശിർക്ക് വരുന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു സൂചന പറഞ്ഞുതരാം. ആദ്യമായി നമ്മിലൂടെ ശിർക്ക് വരാൻ സാധ്യതയുള്ളത് പേടിയിലൂടെയാണ്, ഭയപ്പാടിലൂടെയാണ്. എങ്ങനെ? അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ വല്ല ഗുണമോ ദോഷമോ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തോടു കൂടി അവയെ പേടിക്കുക, അങ്ങനെ ശിർക്കിലേക്ക് എത്തുക. അങ്ങനെ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മുസ്ലിം ലോകവും മുസ്ലിങ്ങൾ താമസിക്കുന്ന നാടും കുടുംബമൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കി. നമ്മളെ തന്നെ വേണമെങ്കിൽ പ്രതിസ്ഥാനത്ത് നിർത്തിക്കോളും. പറഞ്ഞുതരാം. ഏതെങ്കിലും കുടുംബം എടുത്തു നോക്കുക. ഏതെങ്കിലും ഒരു മാസം അന്ന് കല്യാണം കൂടാൻ പേടിയാണ്. ഏതെങ്കിലും ഒരു ദിവസം അന്ന് വീട് കൂടാൻ പേടിയാണ്. യാത്ര പോവാൻ പേടിയാണ്. കല്യാണത്തിന് ഇറങ്ങുന്ന വരനെ പിന്നോട്ട് വിളിക്കാൻ പേടിയാണ്, അല്ലെ? അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന വീടിന്റെ മുമ്പിൽ ആരെങ്കിലും 2 മിനിറ്റ് ഇങ്ങനെ നിന്ന് ഒന്ന് നോക്കിയാൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ പേടിയാണ്. നമ്മുടെ കുഞ്ഞിനെ വേറൊരാൾ വന്ന് നല്ല ഉഷാറായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞാൽ പേടിയാണ്, അല്ലെ? ഇതൊക്കെ നമ്മുടെ നാട്ടിലെ നമ്മുടെയൊക്കെ ആൾക്കാരുടെ വിശ്വാസമാണ് ഞാൻ ഈ പറഞ്ഞത്. എല്ലാ മേഖലകളിലും എന്തിനേറെ വല്ല ജീവികളും ശബ്ദമുണ്ടാക്കിയാൽ കരഞ്ഞാൽ വരെ പേടിയാണ്. ഒക്കെ പറഞ്ഞുതരാൻ വിശദീകരിക്കാൻ സമയമില്ല. എന്തെങ്കിലും ശബ്ദം കേട്ടാൽ, അല്ലെങ്കിൽ നമ്മൾ ഓടിക്കുന്ന വാഹനത്തിന്റെ മുന്നിലൂടെ വല്ല ജീവികളും അത് ക്രോസ് ചെയ്താൽ നമുക്ക് പേടിയാണ്. സഹോദരങ്ങളെ, വിഷുവിന് കൈനീട്ടം കൊടുക്കുന്ന മുസ്ലിമീങ്ങളില്ലേ? കൈനീട്ടം വാങ്ങിക്കുന്ന മുസ്ലിമീങ്ങളില്ലേ? കണി കാണുക എന്ന ഒരു അവസ്ഥയില്ലേ? ഇന്ന് ഞാൻ ഇറങ്ങിയപ്പോ മറ്റേ സാധനത്തിനെ കണ്ടത്. അതോടുകൂടി ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അങ്ങനെ വിശ്വാസമുണ്ടോ? പിന്നെന്തിനാ നമ്മള് ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത്? കാരണം എന്താ അറിയോ? ഈ പറഞ്ഞത് അല്ലാഹയല്ലാത്ത ഈ വസ്തുക്കൾക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയാത്ത മാർഗത്തിലൂടെ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്ന വിശ്വാസം വന്നാൽ അതാണ് ശിർക്ക്. നമ്മൾ വിശ്വസിക്കേണ്ടെന്നറിയോ? ഇത് എവിടുന്നാ കിട്ടുന്നത്? നാട്ടുകടപ്പിലൂടെ. അള്ളാന്റെ ഖുർആനിലും സുന്നത്തിലും
സുന്നത്തൊന്നുമില്ല. സുന്നത്തിലുള്ളത് എന്തറിയോ? റസൂൽ എന്താ പറഞ്ഞെന്നറിയോ? അള്ള എന്താ പറഞ്ഞെന്നറിയോ? മാഷാ അല്ലാഹു കാന, അള്ള ഉദ്ദേശിച്ചാ നടക്കും. മാലം യശാ, അള്ള ഉദ്ദേശിച്ചില്ലേ ലം യകുൻ. എഴുതി വെക്കണേ, എഴുതി വെക്കണം. ലം യശാ, അത് നടക്കൂല. മാ സാബ മിൻ മുസീബത്തിൻ ഇല്ലാ ഫിൽ അർദി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅ. എന്ത് മുസീബത്ത് വന്നാലും അതിനൊരു കണക്കുണ്ട് എന്നാണ് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടല്ലേ നമ്മളോട് കൂടുതൽ പറയാൻ പറഞ്ഞ വാക്കെന്താ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. ഏത് ഹൗലും ഏത് ഖുവത്തും അല്ലാഹുവിൽ നിന്നല്ലാതെ മറ്റൊന്നില്ല എന്നുള്ളതാ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈമാൻ കാര്യത്തിൽ ഞാൻ വേഗം പറയാട്ടോ, ഈമാൻ കാര്യത്തിൽ ആറാമത്തത് എന്താ? ഹൈറും ഷർറും പടച്ചോന്റെ അടുക്കൽ നിന്നാണ്. ഇത് വിശ്വസിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഭൗതിക നേട്ടം എന്താ ഉള്ളത്? ഒറ്റ സംഗതിയാ, നമ്മളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ആശ്വാസമുള്ളവർ, സമാധാനമുള്ളവർ. എന്നാ ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ, 4 കൂടിയ റോഡിന്റെ ഒരു ഭാഗത്ത് ഒരു മുറം, ഒരു ചൂല്, ഒരു കരിക്ക്, ഒരു 2-4 ചന്ദനത്തിരി, 2 പഴം, ഇതൊക്കെ പാടാണ് കൂട്ടി വെച്ചു എന്ന് കണ്ടു. 4 തുളസിന്റെ ഇല. ഇവിടെ പരിചയം ഉണ്ടോന്നറിയാം, ഞാൻ പാലക്കാട്ടുകാരനാണ്, നമുക്കത് നല്ല പരിചയ. ഈ തുളസിന്റെ ഇല ഇതൊക്കെ പാടെ കൂടിയിട്ടുണ്ട്. കണ്ട മനുഷ്യനൊരു പേടിയാ. നിങ്ങൾ നോക്കി, ഇത് ഒറ്റക്കൊറ്റക്കെടുത്ത് നോക്കി. കരിക്ക് നമ്മൾ ഇവിടുന്ന് വെട്ടി കുടിച്ചിട്ട് അപ്പം ഇങ്ങോട്ട് വരുന്നത്. ചൂലി ചിലപ്പോൾ നമ്മൾ തന്നെ എടുത്തിട്ട് മുറ്റടിച്ചു വരിയിട്ടുണ്ടാവും. പിന്നെ ചന്ദനത്തിരി ചിലപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഒരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടി പോയിച്ചിട്ടുണ്ടാവും. പഴം നമ്മൾ തിന്നിട്ടുണ്ടാവും. എല്ലാം പാടെ കൂടിയാൽ ഒരു പേടി. എത്രയെത്ര അടുക്കളകൾ പൊളിച്ചിട്ടുണ്ട്, എത്രയെത്ര കിണറുകൾ മാറ്റി കുടിച്ചിട്ടുണ്ട്, എത്രയെത്ര വീടുകൾ തന്നെ മാറ്റിയിട്ടുണ്ട്. ഒക്കെ നിങ്ങൾ ചേർത്തി വായിക്കണേ. എങ്കിൽ മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിൽ നമ്മൾ ഇത് കഴിഞ്ഞ എന്താ പറയാ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ് മിൻകൽ ജദ്. അല്ലേ, എന്റെ കൂടെ ഒരു വാക്കുണ്ട്, വലാ റാത ലിമാ ഖലൈത. അർത്ഥമല്ലാത്തതാട്ടോ. റബ്ബേ, ഈ തന്നാൽ അതിനെ തടയാൻ ഒരാളില്ല. നീ തരാൻ വിചാരിക്കാത്തൊരു സംഗതിയെ എനിക്ക് എത്തിക്കാനും ഒരാളെ കൊണ്ട് കഴിയൂല. ഇത് ആരോട് പറയണ വാക്കാ? ഞാൻ ആലോചിച്ചത് ആരോടാ പറയണത്? സ്വന്തം മനസ്സിനോടാണ് പറയുന്നത്. സഹോദരങ്ങളെ, ഒരുപാട് പഠിക്കാൻ സംഗതിയുണ്ട്. അതാണ് ഞാൻ ഓതി വെച്ച ആയത്ത്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അള്ളാന്റെ അടിമക്ക് അല്ല പോരെ? അല്ലാത്തൊരു ചോദ്യ. അള്ളാന്റെ അടിമക്ക് അല്ല പോരെ? വയുഹവ്വിഫൂനക ബില്ലദീന മിൻ ദൂനി. അള്ളയല്ലാത്ത പലതൊക്കെ വസ്തുക്കളുണ്ട്, അത് നിന്നെ പറഞ്ഞ് പേടിപ്പെടുത്തുകയാണ് കേട്ടോന്ന. അന്നെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. ഞാൻ ചിലതൊക്കെ ഇങ്ങനെ പറഞ്ഞുതരാം. മന്ത്രം, മാരണം, ആഭിചാരം, ഒടി, ദോഷപ്പണി, കണക്കനോട്ടം, അവലക്ഷണം, കൂടോത്രം, മഷിനോട്ടം, ജ്യോതിഷം, കവടി നരകത്തല്, ഉറുക്ക്, ഏലസ്, ഐക്കല്ല്, സിഹിറ്, തൽസമാത്ത്, പൊട്ടിച്ചൂട്ട്, ശകുനം, നഹസ്, കണികാണൽ, കൈനീട്ടം, ജാതകം, മുഹൂർത്തം, കുട്ടിച്ചാത്തൻ, കാളി, കൂളി, ചാമുണ്ടി, ചേക്കുട്ടിപ്പാപ്പ, കുഞ്ഞിരായും പാപ്പ, പൊട്ടിച്ചേത്താൻ. ഇതിങ്ങനെ ലിസ്റ്റ് പോവുക. അള്ളാഹ് എന്താ പറഞ്ഞറിയോ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അള്ളാന്റെ അടിമക്ക് അല്ല പോരെ? വയുഹവ്വിഫൂനക മില്ലദീന മിൻ ദൂനിഹി. അല്ലാത്തതൊക്കെ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് കൂട്ടര്. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിൽ വന്നാൽ, അള്ളാഹുവിനെ പേടി വന്നാൽ, അള്ളയല്ലാത്ത എല്ലാ പേടിയും ഖൽബിൽ നിന്ന് പോകും. ഇത് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ജാഹിലിയത്ത് എന്താന്ന് മനസ്സിലാകണം. അപ്പോഴാണ് ഹിദായത്തിന്റെ ഹുദ മനസ്സിലാവുക, മൂല്യം മനസ്സിലാവുക. ഇരുട്ട് മനസ്സിലാകാത്ത ഒരാൾക്ക് വെളിച്ചത്തിന്റെ മൂല്യം അറിയില്ല. ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ നടക്കുക. അത് വളരെ കൃത്യമാണ് ഈ പറയണത്. ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ കൂടെ നമ്മളൊന്നിങ്ങനെ നടന്നു നോക്കിയാലും ജീവിതത്തിൽ ഒരു സ്വസ്ഥത പോലും അനുഭവിക്കാൻ കഴിയൂല. എന്റെ കുടുംബത്തില് അകന്നൊരു ബന്ധത്തിൽ ഒരാള് വീട്ടിലൊരു മാല കളവ് പോയി. കളവ് പോയ സമയത്ത് നേരെ ഉസ്താദിന്റെ അടുത്ത് വന്നു. ഉസ്താദ് പറഞ്ഞു കൊടുത്ത് പുറത്തു പോയിട്ടില്ല, അത് വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു.
അപ്പൊ പറഞ്ഞോടുത്ത് ഉള്ളിൽ എന്നാ ഉസ്താദിനോട് ആരെടുത്ത് അള്ളെന്നും കൂടിയും പറഞ്ഞാൽ മതി. ഇതോടുകൂടി നാത്തുമാരും കുടുംബങ്ങളും ഒക്കെ പ്രശ്നമായി. അവരടുത്ത് ഇവരടുത്ത് എന്നുള്ള പ്രശ്നമായി. ഞങ്ങളുടെ നാട്ടിലൊരു വലിയൊരു ഒരാളുണ്ട്. അയാളുടെ എന്ന് വെച്ചാൽ ഇതെല്ലാം മറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരാള്. അയാളെ വീട്ടിലൊരു മാല കളവ് പോയപ്പോ അടുത്ത കസബ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് കേസ് കൊടുത്ത്. അപ്പൊ ആൾക്കാർ വന്ന് ചോദിച്ചു, ഉസ്താദെ ഞങ്ങളെ വീട്ടിൽ വല്ല മാലയും പോയാൽ ഞങ്ങൾ നിങ്ങളുടെ അടുത്താ വന്ന് ചോദിക്കലുള്ളത്, നിങ്ങളെ അടുത്താ പറയാ, നിങ്ങളെ മാല പോയപ്പോ എന്തിനാ നിങ്ങൾ സ്റ്റേഷനിൽ കേസ് കൊടുത്തു എന്ന് വെച്ചു. അല്ല, അത് ഒന്നുള്ള എനിക്ക് അറിയാഞ്ഞിട്ടല്ല, ഒരു പേപ്പർ അവിടെ ഉണ്ടാവുന്നത് നല്ലതാണെന്ന ഈ പ്രപഞ്ചത്തിന്റെ, ഞാനത് വിശദീകരിക്കല്ല, ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണങ്ങൾ വരെ ഇന്ന വലിയ മാർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുത്തുകൊണ്ട് പ്രസംഗിക്കുന്ന ചില വാക്കുകൾ നമ്മൾ ഇങ്ങനെ കേൾക്കാം. സഹോദരങ്ങൾ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു പിന്നെ എന്തിനാണ് എന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ മനുഷ്യനെ വഴിപഴപ്പിക്കുന്ന രംഗങ്ങൾ നമുക്ക് കാണാം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, സൂചിപ്പിച്ചെന്നറിയോ, നമ്മുടെ ഉപ്പാന്റെ കഥ ഞാൻ പറഞ്ഞു തന്നു. ആ നാട് മുഴുവൻ ബഹുദൈവ വിശ്വാസത്തിലായി നിൽക്കെ ഒറ്റക്ക് നിന്ന് പോരാടാൻ കഴിഞ്ഞത് എന്തുകൊണ്ടറിയോ? അല്ലാ എന്ന വിശ്വാസമാണ്. ആ വിശ്വാസം അല്ലാ എന്ന് പറഞ്ഞു നോക്കി, വായ നിറയുന്നത് പോലെ എന്നതുപോലെ കൽബ് നിറക്കാനും നമുക്ക് കഴിഞ്ഞാൽ നമ്മളാണ് ലോകത്തെ ഏറ്റവും മനസ്സമാധാനമുള്ളത്. നമ്മളെ തകർക്കാൻ ആർക്കും കഴിയില്ല. ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ആ വാക്യത്തെ നെഞ്ചോട് ചേർക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു നമ്മെ തുണക്കുമാറാവട്ടെ. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സല്ലല്ലാഹു അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, രണ്ട് കാര്യം ഓർമ്മപ്പെടുത്താനുണ്ട്. ഒന്ന്, നമ്മുടെ സ്കൂൾ തുറക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മദ്രസയും തുറക്കും. ഇവിടുത്തെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മക്കളെ കൃത്യമായി മദ്രസയിൽ ചേർക്കാനുള്ള ശ്രമങ്ങൾ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം, നമ്മൾ ജുമാ പിരിഞ്ഞു പോകുമ്പോൾ 2-3 ബക്കറ്റ് പിടിച്ച് നമ്മുടെ സഹപ്രവർത്തകർ നിൽക്കാറുണ്ട്. ഒന്ന് റിലീഫ്, ഒന്ന് പള്ളി ഫണ്ട് എന്ന് പറയുന്നത്. ഈ പള്ളിക്ക് പുറത്തുനിന്നൊരു വരുമാനമല്ല, നിങ്ങൾ തരുന്ന സംഭാവന തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വരുമാനം. അതുകൊണ്ട് എല്ലാവരും പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് അക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. ഈ റിലീഫ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട ആളുകൾക്ക്, രോഗികളായ ആളുകൾക്ക് മരുന്ന്, അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി കൃത്യമായി ഉപയോഗിക്കുന്ന ഫണ്ടാണ്. നിങ്ങൾ തരുന്ന ഒരു നയാ പൈസ പോലും അത് അന്യായപ്പെട്ടു പോകില്ല എന്ന കൃത്യമായി ഉറപ്പ് തരുന്നു. അത് അതിൻ്റെ വഴിയിൽ തന്നെ ആയിരിക്കും, ന്യായമായ വഴിയിലായിരിക്കും ചെലവഴിക്കുക. ഇറങ്ങുമ്പോൾ അക്കാര്യം ശ്രദ്ധിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി പറയാനുള്ളത്, ഇസ്ലാമിന്റെ മർമ്മം എന്ന് പറയുന്നത് സഹോദരങ്ങളെ, തൗഹീദ്, തഖ്വ, തവക്കുൽ. ഈ 3 വാക്കുകൾ, 3 താ കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ, തൗഹീദ്, തഖ്വ, തവക്കുൽ. ഇതാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, എന്തനുഭവിക്കുന്ന ത്യാഗങ്ങളുണ്ടോ അതൊക്കെ നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കും. എന്ത് ത്യാഗം അനുഭവിച്ചാൽ അത് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കും. അതുകൊണ്ട് തന്നെ ഈ രക്ഷാകേന്ദ്രത്തിൽ നിന്ന്, ഈ ആശ്രയ ബോധത്തിൽ നിന്ന്, ഈ സുരക്ഷിത ബോധത്തിൽ നിന്ന്, ഈ സംസ്കരണ മേഖലയിൽ നിന്ന് നമ്മൾ പുറത്തു പോകാതെ ഇതിനകത്ത് തന്നെ നമ്മൾ എപ്പോഴും ഉണ്ടാവണം. ഇവിടെ നിന്ന് പിഴച്ചു പോവോ, തെറ്റിപ്പോവോ എന്നുള്ളത് നമ്മൾ പേടിക്കണം. കാരണം ഇബിലീസ് കൈവെക്കുക അവിടെ മാത്രം. നമ്മുടെ ധാരണ എന്തറിയോ, ഇബിലീസ് മോശപ്പെട്ട സ്ഥലങ്ങളിലല്ല ഇബിലീസ് ഉള്ളത്. അതൊക്കെ മറ്റൊരുക്ക് ഏൽപ്പിച്ചു കൊടുത്ത ആ ചെങ്ങായി ഉള്ളത് നമ്മുടെ കൂടെയാണ്. ഒരു ആളോട് അള്ളാഹിനെ കുറിച്ച് പറയാൻ പോകുമ്പോൾ നമുക്ക് അപ്പൊ തടസ്സം വരും. അത് നമ്മൾ പറഞ്ഞിട്ട് ഇനി എന്തിനാ ഫസാദ് ഉണ്ടാവണമെന്ന് വരും. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ മൊഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ ഉയർത്തും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഒരു പ്രാർത്ഥന നിങ്ങളിലേക്ക് പറഞ്ഞു തരികയാണ്. ഈമാനിൽ പിഴവ് വരുമെന്നോ എന്നതിന് നമ്മൾ എപ്പോഴും പേടിക്കണം. റസൂലുള്ള ഇങ്ങനെ പറഞ്ഞു കൊടുത്തവർക്ക് ഈമാനിൽ ഇബ്ലീസ് വസ്വാസം ഉണ്ടാക്കും. അപ്പൊ സഹാബത്ത് ചോദിക്കാണ്, ഞങ്ങൾക്കോ റസൂലേ എന്നാണ്,
നിങ്ങൾക്കും വരും നമുക്കും വരും. ഇബ്ലീസ് അവിടെ വരും എന്ന് പറഞ്ഞപ്പോ പേടിയോടെ അവർ പറഞ്ഞത് അന്നേരം ഞങ്ങൾ എന്തു പറയണമെന്നാ? നമുക്കൊക്കെ അറിയാവുന്ന പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക് അലാ ത്വാഅതിക്. ഒന്ന് പറഞ്ഞോളി, നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്നാലും ഒന്ന് പറയണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എന്റെ ഈ മനസ്സിനെ നിന്റെ അനുസരണത്തിൽ, നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. ഞാനുങ്ങളൊക്കെ തേടണം, എല്ലാ മേഖലയും അത് വേണ്ടതാണ് കേട്ടോ. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ആഗ്രഹം അതാകണം. ആ ആഗ്രഹത്തെ മനസ്സുകൊണ്ട് സ്വീകരിച്ച് മുന്നോട്ട് പോയപ്പോ നമ്മുടെ ഉപ്പ പരാജയപ്പെട്ടിട്ടില്ല എന്നതാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ആദ്യം കിട്ടുന്ന പാഠം. ഈ ആഗ്രഹവുമായി നമ്മൾ നീങ്ങുക. ഈ ലോകത്തുനിന്ന് കണ്ണടയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ആഗ്രഹം, നമ്മുടെ ആ മോഹത്തെ ജീവിത സാഫല്യമാക്കി തീർത്ത് അത് ചൊല്ലി മരിക്കാനുള്ള തൗഫീക്ക് തന്ന് നമ്മെ ഓരോരുത്തരെയും അവൻ തുണക്കുമാറാവട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന് അല്ലാഹു നമുക്ക് കുളിർമയും ആനന്ദവും നൽകുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സകലമാന ഫിത്നകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അല്ലാഹു നമ്മുടെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഉമ്മത്തിനെയും അല്ലാഹു കാത്തി രക്ഷിക്കുമാറാവട്ടെ. ശിർക്കെന്ന മഹാവ്യാധിയിൽ നിന്ന് അല്ലാഹു നമ്മെ, നമ്മുടെ ഉമ്മത്തിനെ, കുടുംബത്തിനെ കാത്തി രക്ഷിക്കുമാറാവട്ടെ. ഈ ലോകം വിട്ടു പിരിയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين آمين برحمتك يا ارحم الراحمين اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وسلام على المرسلين والحمد لله رب العالمين.